വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്ത് നഗരത്തിന് പുറത്ത് സ്വാൻ വാലിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കവർഷാം, ഗിൽഫോർഡ്, മാർഗരറ്റ് റിവർ എന്നിങ്ങനെ പല സ്ഥലങ്ങളുണ്ട് ഇവിടെ. അവിടെയൊക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. സ്വാൻ വാലിയിൽ ടൂറിസ്റ്റുകൾക്ക് 1-2 ദിവസത്തേക്കുള്ള ആക്ടിവിറ്റികൾ ഉണ്ടെന്ന് പറയാം. അതിൽ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാർഗരറ്റ് റിവർ ചോക്ലേറ്റ് കമ്പനി എന്ന ഒരു സ്ഥാപനം. പലതരം ചോക്ലേറ്റ് ഉണ്ടാക്കി വിൽക്കുന്ന ഇടമാണ്. വിദേശികളും സ്വദേശികളുമായ ധാരാളം ടൂറിസ്റ്റുകൾ അത് കാണാനായി വരുന്നു. സ്വാൻ വാലിയിൽ ഇത്തരത്തിലുള്ള നിരവധി ആക്ടിവിറ്റികളുണ്ട്. വലിയൊരു ഹാളിലേക്കാണ് കയറിയെത്തിയിരിക്കുന്നത്. ചോക്ലേറ്റിനു വേണ്ടി മാത്രമുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയുണ്ട്. ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ. പല രൂപത്തിലും നിറത്തിലും വലിപ്പത്തിലും രുചിയിലുമുള്ള ചോക്ലേറ്റുകളുടെ ഒരു അത്ഭുത ലോകം. ആളുകൾ ബാസ്ക്കറ്റിൽ ഓരോന്നും പെറുക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യുന്നത് പോലെ നടക്കുന്നത് കാണാം. പലതും വിചിത്ര രൂപഭാവങ്ങളുള്ളവയാണ്. വെറും ചോക്ലേറ്റ് മാത്രമല്ല, ജെല്ലികൾ പോലെയുള്ളവയടക്കം പല ഉൽപ്പന്നങ്ങൾ. ഇതിൽ വലിയൊരു ശതമാനവും ഇവിടെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ മറ്റു കമ്പനികൾ നിർമ്മിക്കുന്ന ചോക്ലേറ്റുകളും വിൽക്കുന്നുണ്ട്. ചോക്ലേറ്റ് ബാറുകൾ, കോട്ടഡ് ചോക്ലേറ്റ്, ട്രഫിൾ, നട്ട് ക്ലസ്റ്റേഴ്സ് എന്നിങ്ങനെ പല വിഭാഗത്തിലുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ. കൊതിപ്പിക്കുന്ന രൂപഭാവങ്ങളോടെ അവയിരിക്കുന്നു. ക്രിസ്മസ് അപ്പൂപ്പന്റെ രൂപം മുതൽ ഓസ്ട്രേലിയയുടെ ഭൂപടം വരെ ഇവിടെ ചോക്ലേറ്റ് ആയി കിട്ടും. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് നിർമ്മാണ കമ്പനിയാണ് മാർഗരറ്റ് റിവർ ചോക്ലേറ്റ് കമ്പനി. സ്വാൻ വാലിയിൽ തന്നെ ഇപ്പോൾ വലിയ 2 ഫാക്ടറികൾ ഇവർക്കുണ്ട്. ഒരു ഭാഗത്ത് ചോക്ലേറ്റ് നിർമ്മാണശാല. ഞാൻ എത്തിയപ്പോഴേക്കും ഇവിടുത്തെ പണികൾ അവസാനിച്ച് അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്ലീനിംഗ് നടക്കുന്നു. കോഫിയും ചോക്ലേറ്റുമൊക്കെ കഴിച്ചിരിക്കുന്ന ആളുകൾ. പുറത്തിറങ്ങുമ്പോൾ ഒരു റെസ്റ്റോറന്റ് കാണാം, പ്രൊവിഡോർ റെസ്റ്റോറന്റ്. ആ കെട്ടിടത്തിന്റെ ഡിസൈനും ഇവിടുത്തെ ആംബിയൻസുമെല്ലാം അതിമനോഹരം. അത് ആളുകളെ ആകർഷിക്കും. അതിന്റെ മുന്നിലൊന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നും. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. ഇതിലെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സ്വാൻ വാലിയുടെയും സിറ്റി ഓഫ് സ്വാനിന്റെയും ഒക്കെ ചരിത്രമാണ് ഞാൻ ഓർക്കുന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഒരു ലോക്കൽ ഗവൺമെന്റ് ഏരിയയാണ് സിറ്റി ഓഫ് സ്വാൻ. പെർത്ത് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണിവിടം. സിറ്റിയുടെ ഭൂരിഭാഗം പ്രദേശവും സ്വാൻ നദിയുടെ തീരങ്ങളിലായതിനാലാണ് ഇവിടം സിറ്റി ഓഫ് സ്വാൻ എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ MLA പെർത്തിലെ മലയാളി സമൂഹത്തിന്റെ ആഘോഷ പരിപാടിയിൽ വച്ച് ഞാൻ പരിചയപ്പെട്ടിരുന്നു. അവർ ക്ഷണിച്ചതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിലെയൊക്കെ സഞ്ചരിക്കുന്നതും. MLA ആണ് എനിക്ക് ജോസ് സിസിലിയാമയെ പരിചയപ്പെടുത്തിയത്. ഈ യാത്രയിൽ അദ്ദേഹവും എന്റെ കൂടെയുണ്ട്. ഇക്കാണുന്നത് ഇവിടുത്തെ വൈറ്റ്മാൻ പാർക്ക് റെയിൽവേ സ്റ്റേഷനാണ്. 2004 ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയായ സ്റ്റേഷൻ. ഇപ്പോൾ കവർഷാം വൈൽഡ് ലൈഫ് പാർക്ക് കാണാനാണ് പോകുന്നത്. വനപ്രദേശം പോലെ കിടക്കുന്ന ഒരു ഭാഗം. പണ്ട് ഇവിടെയൊക്കെ വനം തന്നെ ആയിരുന്നല്ലോ. 4 ഹെക്ടർ മാത്രം വിസ്തൃതിയുള്ള ഒരു പാർക്കാണിത്. ഡേവിഡ് ആൻഡ് പാറ്റ് എന്നറിയപ്പെടുന്ന ദമ്പതികൾ 180-ലധികം സ്പീഷീസിലുള്ള ജീവികളെ സംരക്ഷിക്കുന്ന ഒരിടം. കുറ്റിക്കാട് പോലുള്ള പ്രദേശങ്ങളിലൂടെ കുറേ ദൂരം ഓടണം പാർക്കിലേക്കെത്താൻ. മറ്റൊരു പ്രദേശത്താണ് നേരത്തെ കവർഷാം വൈൽഡ് ലൈഫ് പാർക്ക് പ്രവർത്തിച്ചിരുന്നത്. 1988-ൽ അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത ഡേവിഡും പാറ്റും 2003-ൽ പാർക്ക് ഇവിടേക്ക് മാറ്റുകയായിരുന്നു. അതിനകത്തേക്ക് വണ്ടി കയറി. പക്ഷികൾക്കായി ഏവിയറി ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഇവിടെ. വണ്ടി പാർക്ക് ചെയ്ത് ചെല്ലുമ്പോഴേക്കും ഇതും അടച്ചിരിക്കുന്നു. വൈകിട്ട് 3:30 വരെ മാത്രമേ പാർക്കിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കൂ. 4:30-ക്ക് അടയ്ക്കുകയും ചെയ്യും. അകത്ത് കയറാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കിയെങ്കിലും നടന്നില്ല. അതിനാൽ ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷികൾ, സസ്തനികൾ, ഉരഗങ്ങൾ, ഉഭയജീവികൾ, മത്സ്യങ്ങൾ, പ്രാണികൾ എന്നിവയെയൊക്കെ പ്രത്യേകമായി പാർപ്പിച്ചിരിക്കുന്ന പാർക്കാണ് കവർഷാം വൈൽഡ് ലൈഫ് പാർക്ക് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. കങ്കാരു, കോല, ടാസ്മാനിയൻ ഡെവിൾ തുടങ്ങിയ ഓസ്ട്രേലിയൻ തനത് ജീവികൾക്കായി അവിടെ പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. 100 ഇനത്തിലുള്ള പക്ഷികളും 19 ഇനത്തിലുള്ള തദ്ദേശീയ സസ്തനികളും 36 ഇനത്തിലുള്ള ഉരഗങ്ങളുമെല്ലാം അവിടെയുണ്ടത്രേ.
നിർഭാഗ്യവശാൽ അവയൊന്നും കാണാനായില്ല. ഇതെല്ലാം സിറ്റി ഓഫ് സ്വാനിലെ പ്രദേശങ്ങൾ തന്നെയാണ്. കോളനിവൽക്കരണത്തിന്റെ നാളുകളിൽ ബ്രിട്ടീഷുകാർ വലിയ തോട്ടങ്ങൾ സ്ഥാപിച്ച പ്രദേശങ്ങളാണ് കവർഷാം, ഗിൽഡ്ഫോർഡ്, മാർഗ്രറ്റ് റിവർ, വൈറ്റ്മാൻ പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം. ചെറുമൃഗങ്ങളും ആമ, മത്സ്യം എന്നിവയുമെല്ലാം ധാരാളമുണ്ടായിരുന്നു ഇവിടെ. അവയെയെല്ലാം ഭക്ഷണമാക്കിയാണ് വജൂക്ക് എന്ന ആദിവാസി വിഭാഗം വസിച്ചിരുന്നത്. ഞങ്ങൾ വൃന്ദാവാലി എന്ന ഒരു സ്ഥലത്തേക്കെത്തി. ഒരു ഹൈന്ദവ കൾട്ട് കമ്മ്യൂണിറ്റിയുടെ കേന്ദ്രമാണ് ഇവിടം. ആ കമ്മ്യൂണിറ്റിയുടെ ചെറിയൊരു ക്ഷേത്രവും ദ സീക്രട്ട് ഇന്ത്യ ഗാലറി എന്നറിയപ്പെടുന്ന ഒരു പ്രദർശന കേന്ദ്രവുമെല്ലാം ഉണ്ട് ഇവിടെ. ജോസ് സിസിലിയാമയ്ക്ക് ഇവിടെയും ചില ബന്ധങ്ങളുണ്ട്. അതിനാൽ ഇതൊന്ന് കാണാമെന്ന് പറയുകയായിരുന്നു. സീക്രട്ട് ഇന്ത്യ ഗാലറിയിലേക്ക് നടന്നു. ഇന്നിവിടെ ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന ദിവസമല്ല. എങ്കിലും ജോസ് ആരെയെല്ലാമോ വിളിച്ച് സംസാരിച്ച് അനുവാദം നേടുകയായിരുന്നു. വൃദ്ധയായ ഒരു അന്തേവാസി ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നു. അവർ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി. ഈ കൽപാത്രത്തിൽ വെച്ചിരിക്കുന്നത് ഗംഗാജലമാണ്. ഇവർ മദാമ തന്നെയാണ്. എങ്കിലും ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുകയും വർഷങ്ങളായി ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിക്കുകയും ചെയ്യുന്നയാളാണ്. ഹിന്ദു ചിന്തകനും ഗൗഡീയ വൈഷ്ണവ മതത്തിന്റെ ആത്മീയ നേതാവുമായിരുന്ന ഭക്തി വിനോദ താക്കൂറിന്റെ അനുയായികൾ സ്ഥാപിച്ച കേന്ദ്രമാണിത്. പാശ്ചാത്യ ലോകത്ത് വൈഷ്ണവ മതത്തിന്റെ പ്രചാരണത്തിന് തുടക്കമിട്ടയാളാണ് ഭക്തി വിനോദ താക്കൂർ. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ലളിത ജീവിതമാണ് ഗാലറിയുടെ ഈ ആദ്യ ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പനമ്പുകൊണ്ട് കെട്ടിമറച്ച പുൽക്കുടിൽ. ഒരു ഭാഗത്ത് ഭക്തി വിനോദയുടെ ഒരു പ്രതിമ. ലളിത ജീവിതം നയിച്ചിരുന്നയാളാണ് ഭക്തി വിനോദ താക്കൂർ. പശ്ചിമ ബംഗാളിലെ ഭീർ നഗറിൽ 1838 അദ്ദേഹം ജനിച്ചത്. കൽക്കട്ടയിൽ വെച്ച് 1914 മരിക്കുകയും ചെയ്തു. ഭക്തിവിനോദ ജീവിച്ച കാലത്തെ ഒരു ഇന്ത്യൻ സാമൂഹിക സാഹചര്യം വ്യക്തമാക്കാനാണ് ഇതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ കൃഷ്ണ ഇൻ വൃന്ദാവൻ എന്ന തീമിൽ ഒരുക്കിയിരിക്കുന്ന നിരവധി മിനിയേച്ചർ ശില്പങ്ങളാണ് കാണുന്നത്. കൃഷ്ണന്റെ വൃന്ദാവന ജീവിതകാലത്ത് നടന്ന സംഭവങ്ങൾ മിക്കതുമുണ്ട്. അമ്മൂമ്മ അതിൽ ചിലതിന്റെയൊക്കെ കഥ പറഞ്ഞു തരുന്നു. നൂറുകണക്കിന് മിനിയേച്ചർ ശില്പങ്ങൾ കൊണ്ടാണ് സംഭവങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ചെറുതാണ് ഈ ശില്പങ്ങളെല്ലാം. അതിസൂക്ഷ്മമായി നിർമ്മിച്ച പ്രതിമകൾ. ദ്വാപരയുഗത്തിലെ വൃന്ദാവനത്തെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ. കാളിയ മർദ്ദനമാണ് ഇതിലെ വിഷയം. യമുനാ നദിയും അതിന്റെ തീരത്തെ മരവും കാളിയ മർദ്ദനം കണ്ടു നിൽക്കുന്ന ഗോപികമാരും ദയയ്ക്കു വേണ്ടി യാചിക്കുന്ന കാളിയന്റെ ഭാര്യമാരും കൃഷ്ണനും അനേകം തലകളുള്ള കാളിയനുമെല്ലാം മിനിയേച്ചർ ശില്പങ്ങളായിരിക്കുന്നു. ഓസ്ട്രേലിയക്കാരിയും നിരവധി വർഷങ്ങൾ ഇന്ത്യയിൽ ചെലവഴിച്ചയാളുമായ ജഗദാരിണി എന്ന ആർട്ടിസ്റ്റാണ് ഈ ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് അവർ ഇന്ത്യയിലെത്തിയതും യുപിയിലെ മധുരയിലും വൃന്ദാവനിലും വർഷങ്ങൾ ചെലവഴിച്ചതും. നിരവധി സംഭവങ്ങളുടെ ആർട്ട് വർക്കുകളുണ്ട് ഇവിടെ. ഇതെല്ലാം കൃഷ്ണന്റെ ജീവിതത്തിലെ സന്ദർഭങ്ങളാണ്. മധുരാപുരിയിലേക്ക് കൃഷ്ണനെ കാണാൻ പോകുന്ന ആളുകൾ, അവരുടെ പശുക്കൾ. ഈ ഒരൊറ്റ വർക്കിൽ തന്നെ നൂറുകണക്കിന് പ്രതിമകളുണ്ട്. 1/72 സ്കെയിലിലാണ് ഇതിലെ മിക്ക പ്രതിമകളും നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതിലെ ഒരു മനുഷ്യരൂപത്തിന്റെ 72 മടങ്ങ് വലിപ്പമുണ്ടാകും ഒരു യഥാർത്ഥ മനുഷ്യന്. ഭൂരിഭാഗം മനുഷ്യശില്പങ്ങളുടെയും വലിപ്പം 3 സെന്റിമീറ്ററിൽ താഴെയാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗൈഡഡ് ടൂറുകൾ എല്ലാ ദിവസവും പലതവണ സീക്രട്ട് ഇന്ത്യൻ ഗാലറിയിൽ നടക്കുന്നുണ്ട്. തീർത്തും സൗജന്യമാണ് ആ ടൂർ. കൃഷ്ണലീലയുടെ ചില ചിത്രീകരണങ്ങളെപ്പറ്റി അമ്മൂമ്മ വിശദീകരിച്ചു തന്നു. സന്ദർശകർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകുന്ന ഒരു ഗൈഡ് കൂടിയാണ് ഈ അമ്മൂമ്മ. ഞങ്ങൾക്കും അവർ കൃഷ്ണന്റെ ജീവിതകഥ പറഞ്ഞു തരുന്നുണ്ട്.
കുളിക്കാനിറങ്ങിയ ഗോപികമാരുടെ ചേലകൾ കവർന്നെടുത്ത് മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന കൃഷ്ണൻ. ഇവിടെ ശില്പ ഗാലറിയുണ്ട്. കൂടാതെ ഒരു പ്രധാന ക്ഷേത്രവുമുണ്ട്. വളരെ ഭക്തിപുരസ്സരമാണ് അമ്മുമ്മ ക്ഷേത്രവാതിൽ തുറക്കുന്നത്. മണിയടിച്ച ശേഷം വാതിലിൽ ഒന്ന് മുട്ടി വിളിക്കുക കൂടി ചെയ്താണ് അത് തുറക്കുന്നത്. അടച്ചിരുന്ന നട എനിക്ക് വേണ്ടി തുറന്നു തന്നു. അകത്തുള്ള വിഗ്രഹം ചിത്രീകരിക്കാൻ അനുവാദവും തന്നു. നരസിംഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എന്റെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെയും പ്രധാന പ്രതിഷ്ഠ നരസിംഹമാണെന്ന് ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞു. പ്രഹ്ലാദന്റെ ഭക്തിയുടെയും നരസിംഹാവതാരത്തിന്റെയും എല്ലാം കഥ അവർ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. അതേക്കുറിച്ച് അറിയാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അമ്മൂമ്മ വിശദമായി തന്നെ കഥയും ചരിത്രവുമെല്ലാം വിഗ്രഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വിവരിച്ചു. പെർത്ത് എന്ന ഈ വിദൂരദേശത്തും നമ്മുടെ വിശ്വാസങ്ങളും ദേവതകളുമെല്ലാം പ്രചാരത്തിലുണ്ട്. അതിനെയെല്ലാം പഠിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സായിപ്പുമാരുടെ കമ്മ്യൂണിറ്റി ഇവിടെയുണ്ടെന്നത് ഒരു അത്ഭുതം തന്നെയാണ്. And then boom, Lord Nrsimha comes out, the incarnation that comes to save his devotee. That's Krishna. ഇന്ത്യയിൽ വന്ന കാര്യമൊക്കെ അമ്മൂമ്മ പറയുന്നുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം കൂടി അവരുമായി സംസാരിച്ചു നിന്നു. പിന്നെ നന്ദി പറഞ്ഞ് ചെറിയൊരു സംഭാവന നൽകി വാതിലടച്ച് അവിടെ നിന്നിറങ്ങി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. വീണ്ടും യാത്ര. ഈ പ്രദേശത്ത് ഒരു ദിവസം മുഴുവൻ സഞ്ചരിച്ച് കാണാനുള്ള കാഴ്ചകളുണ്ട്. രാവിലെ മുതൽ 2 പേർ എന്റെ ഈ യാത്രയിൽ കൂടെയുണ്ട്. ഷാജുവും ഐൻസ്റ്റീനും. അവരാകട്ടെ ഈ നേരം കൊണ്ട് വിശന്നു പൊരിഞ്ഞിരിക്കുന്നു. ഞാൻ ഷൂട്ടിങ്ങിന്റെ ത്രില്ലിൽ ഒരു കാഴ്ചയിൽ നിന്ന് അടുത്തതിലേക്ക് ഓടുകയാണല്ലോ. അവരാകട്ടെ വിശപ്പ് സഹിച്ചങ്ങനെ ഇരിക്കുന്നു. വിശപ്പിനെക്കുറിച്ച് എന്നോട് പറയാൻ അവർക്ക് ചെറിയ മടിയും പേടിയുമുണ്ട്. അപ്പോഴാണ് കൂടെയുള്ള ജോസ് സിസിലിയാമ്മ ഒരു കാര്യം പറഞ്ഞത്. ഒരു ഗുരുദ്വാരയുണ്ട് സ്വാൻ വാലിയിൽ, അവിടേക്ക് പോകാം. അതൊരു വ്യത്യസ്ത അനുഭവമാകുമല്ലോ. ബെനറ്റ് സ്പ്രിംഗ് എന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ഗുരുദ്വാര. പെർത്തിന്റെ നോർത്ത് ഈസ്റ്റേൺ സബർബാണ് ബെനറ്റ് സ്പ്രിംഗ്. 6000-ഓളം ആളുകളുള്ള പ്രദേശം. പെർത്ത് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണിവിടം. ധാരാളം ഇന്ത്യക്കാർ വസിക്കുന്ന പ്രദേശം കൂടിയാണ് ബെനറ്റ് സ്പ്രിംഗ്. വലതുവശത്ത് ഈ കാണുന്നതാണ് ഗുരുദ്വാര. ഇന്ത്യയിൽ സാധാരണ കാണുന്ന ഗുരുദ്വാര പോലെ മുകളിൽ താഴികക്കുടമൊന്നുമില്ല. ഞാൻ അതിന്റെ പുറം കാഴ്ചകൾ ചിത്രീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ജോസ് ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നു. ഇദ്ദേഹത്തിന്റെ പേര് ജർണയിൽ സിംഗ് എന്നാണ്. ജോസിന്റെ സുഹൃത്താണ്. പെർത്തിലെ സിഖ് ഗുരുദ്വാരയുടെ പ്രസിഡന്റാണ് ജർണയിൽ സിംഗ്. ജർണയിൽ സിംഗ് ഇവിടെ ഗുരുദ്വാര തുടങ്ങിയതിന്റെ കഥ പറഞ്ഞു. 20 വർഷമായി ഓസ്ട്രേലിയയിലുള്ളയാളാണ് ജർണയിൽ. 2015 മുതലാണ് ഇവിടെ ഗുരുദ്വാര പ്രവർത്തിക്കുന്നത്. അതിനു മുൻപ് 1996 മുതൽ ബേസ് വാട്ടർ എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു ഇത്. ഇവിടുത്തെ പഞ്ചാബി സമൂഹത്തെക്കുറിച്ചും ജർണയിൽ സിംഗ് പറയുന്നുണ്ട്. Punjabi language speaker, so after English, Punjabi is the second language in 3 or 4 suburbs around the area. പെർത്തിന്റെ 3-4 സബർബുകളിൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ പഞ്ചാബിയാണ്. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ജർണയിൽ സിംഗ് പറഞ്ഞു തന്നു. എല്ലാ ദിവസവും ഇവിടെ അന്നദാനമുണ്ട്. 100 പേരെങ്കിലും ഓരോ ദിവസവും വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു. അഗതികൾക്കായുള്ള ഇവരുടെ ഭക്ഷണ വിതരണ പദ്ധതിയെപ്പറ്റി ജോസും വിവരിച്ചു തന്നു.
and we distributed across city of Swan and beyond. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും 1000 വെജിറ്റേറിയൻ ഭക്ഷണ പാക്കറ്റുകൾ സിറ്റി ഓഫ് സ്വാനിന്റെ സഹകരണത്തോടെ ഇവർ അഗതികൾക്ക് വിതരണം ചെയ്യുന്നു. ആർക്കും ഇവിടെ സഹായം അഭ്യർത്ഥിച്ചെത്താമെന്നാണ് ജർണയിൽ സിംഗ് പറഞ്ഞത്. തങ്ങളാൽ ആവും വിധം അവരെ സഹായിക്കുമെന്നും. ഞങ്ങൾ ഗുരുദ്വാരയുടെ അകത്തേക്ക് നടന്നു. അകത്ത് കയറണമെങ്കിൽ തലയിൽ ഒരു തുണി കെട്ടണം. ഞങ്ങൾ തലയിൽ കെട്ടുമായി ഗുരുദ്വാരയുടെ അകത്തേക്കു കയറി. വളരെ ലളിതമായ ഒരു ആരാധനാ കേന്ദ്രം. ഇന്ത്യൻ ഗുരുദ്വാരകളിലേതുപോലെ അലങ്കാര സമൃദ്ധമൊന്നുമല്ല. ഗുരു ഗ്രന്ഥ സാഹിബ് വെച്ചിരിക്കുന്ന ഭാഗത്ത് ചെറിയൊരു മണ്ഡപമുണ്ട്. അതേയുള്ളൂ അലങ്കാരം. ഗ്രന്ഥ സാഹിബ് തുണിയിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. അതിനു മുന്നിൽ കുറെ വാളും പരിചകളുമൊക്കെ നിരത്തിവെച്ചിരിക്കുന്നു. ഇവിടെ ഏതാനും പാത്രങ്ങളിൽ പ്രസാദം വെച്ചിട്ടുണ്ട്. ജർണയിൽ സിംഗ് അതൊരു സ്പൂണിൽ കോരിയെടുത്ത് ഞങ്ങൾക്കെല്ലാം തന്നു. നല്ല മധുരമുള്ള ഉത്തരേന്ത്യൻ ഹൽവ പോലുള്ള പ്രസാദം. പ്രസാദം കുറച്ച് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ട്. നേരം ഇപ്പോൾ 4 മണിയായതിനാൽ ഉച്ചഭക്ഷണം കിട്ടുമോ എന്ന് സംശയമാണ്. ഏത് സമയത്ത് ഇവിടെ വരുന്നവർക്കും പ്രസാദം കിട്ടും. ഈ മൂടി വെച്ചിരിക്കുന്നത് ഗുരു ഗ്രന്ഥ സാഹിബാണ്. സിഖുകാർ ഏറ്റവും വിശുദ്ധമായി കണക്കാക്കുന്ന മതഗ്രന്ഥം. ആ ഗ്രന്ഥമാണ് എല്ലാ ഗുരുദ്വാരകളിലെയും ഏറ്റവും പ്രധാന പ്രതിഷ്ഠ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓസ്ട്രേലിയയിലേക്കുള്ള സിഖുകാരുടെ കുടിയേറ്റത്തെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. 1930കളിൽ തന്നെ ഇന്ത്യയിൽ നിന്നും സിഖുകാർ ഓസ്ട്രേലിയയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ തൊഴിലാളികളായും ഒട്ടകക്കാരായും കച്ചവടക്കാരായും ഒക്കെയാണ് അവർ ഇവിടെ എത്തിയത്. 2ാം ലോകമഹായുദ്ധം അവസാനിച്ചതോടെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഉണ്ടായിരുന്ന ധാരാളം സിഖുകാർ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. ആ കഥകളാണ് ജർണയിൽ സിംഗ് പറഞ്ഞു തരുന്നത്. ആദ്യകാലത്ത് ഇവിടേക്ക് വന്ന സിഖുകാർ ഒട്ടേറെ തടസ്സങ്ങളും വിവേചനങ്ങളും നേരിട്ടിരുന്നു. വിവാഹത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല അവർക്ക്. മതപരമായ രീതിയിൽ മൃതദേഹം ദഹിപ്പിക്കാനുമായിരുന്നില്ല. മൃതദേഹം കുഴിച്ചിടണമായിരുന്നു. ആ നിയന്ത്രണങ്ങളെല്ലാം ഘട്ടം ഘട്ടമായാണ് മാറിയത്. ഓസ്ട്രേലിയയിലെ തന്നെ പ്രമുഖമായൊരു കമ്മ്യൂണിറ്റിയായി സിഖുകാർ മാറുകയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിലെ സിഖുകാർ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. ആദ്യകാലത്ത് തൊഴിലാളികളായി എത്തിയവരുടെ പിന്മുറക്കാർ ഉൾനാടുകളിൽ കച്ചവടങ്ങൾ തുടങ്ങി. 1990കളിലാണ് ഇന്ത്യയിൽ നിന്നും വൻതോതിൽ സിഖുകാർ ഓസ്ട്രേലിയയിലേക്ക് ഒഴുകിത്തുടങ്ങിയത്. ആ ഒഴുക്ക് ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ 2,20,000 സിഖുകാരുണ്ട് ഈ രാജ്യത്ത്. ഇത് ഗുരുദ്വാരയുടെ ഭോജനശാലയാണ്. ഇദ്ദേഹവും ഇവിടുത്തെ ഒരു വോളണ്ടിയറാണ്. ഇവിടെ ഭക്ഷണമുണ്ട്. നിങ്ങൾ അത് കഴിച്ചേ പോകാവൂ എന്നായി അദ്ദേഹം. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നുതന്നെ. 7 മണി വരെ ഇവിടെ ഭക്ഷണ വിതരണം ഉണ്ടെന്നെല്ലാം ഇദ്ദേഹം പറഞ്ഞു. വിശാലമായ ഒരു ഹാളാണ് ലങ്കർ. ഭക്ഷണ വിതരണം കഴിഞ്ഞിട്ടില്ല. 1-2 പേർ ഇവിടെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു സൗകര്യം അനുവദിച്ചു. ബെഞ്ചിലിരുന്ന് മേശയിൽ ഭക്ഷണം വെച്ച് കഴിക്കാം. വിളമ്പുന്ന ആൾ ഞങ്ങൾക്കായി ഓരോ സ്റ്റീൽ പ്ലേറ്റും സ്പൂണും ഗ്ലാസും എടുത്തുവെച്ചു. സാധാരണഗതിയിൽ എല്ലാവരും ഇങ്ങനെ നിലത്തിരുന്നാണ് കഴിക്കുക. ദാലാണ് ഈ വിളമ്പുന്നത്. ദാലും റൊട്ടിയും ചോറുമാണ് ഇവിടെ വിതരണം ചെയ്യുക. അതൊക്കെ ഇവിടെ തുണിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. കുറച്ചു പേർക്കുള്ള ചോറേ ഉള്ളൂ എന്ന് തോന്നുന്നു. അടുക്കളയിൽ വേറെ ഉണ്ടോ എന്നറിയില്ല. ഇന്ത്യയിൽ പല ഗുരുദ്വാരകളിലും ചോറുണ്ടാകാറില്ല. റൊട്ടിയും ദാലുമാണ് വിളമ്പുക. ബെഞ്ചിലിരിക്കുന്ന ഞങ്ങളുടെ പാത്രത്തിലും ചോറ് വിളമ്പി. പച്ചരി ചോറാണ്. കുറച്ചു ചോറ് മതിയെന്ന് ഞാൻ പറഞ്ഞു. ചപ്പാത്തിയാണ് കൂടുതൽ ഇഷ്ടം. ചപ്പാത്തി ഇങ്ങനെ 2 കൈയും നീട്ടി വാങ്ങണം. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. ഞങ്ങളിൽ ഒരാൾ ഒരു കൈ കൊണ്ട് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ 2 കൈയും നീട്ടി വാങ്ങാൻ പറഞ്ഞു വിളമ്പുകാരൻ. അടുത്തതായി ദാൽ കൂടി ഒഴിച്ചു. വളരെ ലളിതമാണ് ഭക്ഷണം, എന്നാൽ രുചികരവുമാണ്. വിശപ്പ് ആ രുചിയെ ഇരട്ടിപ്പിച്ചു.
ഞാൻ 2 ചപ്പാത്തി വാങ്ങി. നല്ല നാടൻ ഇന്ത്യൻ ഭക്ഷണം കഴിച്ചു. പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കണം. വേസ്റ്റ് കളഞ്ഞിട്ട് പാത്രം ചെറുതായി ഒന്ന് കഴുകിയാൽ മതി. ബാക്കിയുള്ളത് ഇവിടെ വോളണ്ടിയർമാർ തന്നെ കഴുകിക്കൊള്ളും. ഞങ്ങൾ ജർണയിൽ സിംഗിനോട് യാത്ര പറഞ്ഞു. പിന്നെ അവിടെ നിന്നിറങ്ങി. സൂര്യൻ ചാഞ്ഞു തുടങ്ങി. ഇന്ത്യക്കാരില്ലാത്ത നാടില്ല. ഇന്ത്യൻ സംസ്കാരം എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ പ്രദേശങ്ങളിലേക്കും പലവിധ സംഘടനകളിലൂടെ എത്തിക്കഴിഞ്ഞു. സിഖുകാരുടെ സംഘടന, നേരത്തെ ഞങ്ങൾ സന്ദർശിച്ച വൃന്ദാവാലി പോലുള്ള പ്രസ്ഥാനങ്ങൾ, അങ്ങനെ പലതും. ഇവിടെ നിന്ന് മറ്റൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഗോത്രവർഗമായ അബോറിജിനലുകളെ കാണണം. ജോ സിസിലിയാമ്മ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവിതം കാണാനുള്ള യാത്രയാണ് ഇത്.